ഏതാ ഇനി കിട്ടൂ വരൂ. നമസ്കാരം 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 നമസ്കാരം. എല്ലാവരും സംസാരിച്ചു. അമ്മ അമ്മ അമ്മേനെ പരിചയപ്പെട്ടില്ലേ? ചേട്ടനെ പരിചയപ്പെട്ടില്ലേ? ഭാര്യ പെട്ടെന്ന് ഫ്ലൈറ്റ് അറിയപ്പോഴേ ശരിയെന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കളി ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഗെയിം ആസ്വദിച്ച് വരികയായിരുന്നു. അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് വീട്ടിൽ വന്നിട്ട് വന്നു. ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും അറിയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ? എനിക്ക് അതൊന്നും അറിയില്ല. വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്നു അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു അവസരം നന്നായി യൂസ് ചെയ്തു. ഇനിയും എനിക്ക് വല്ല അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്നായി യൂസ് ചെയ്യും. കളി മാറ്റി പിടിക്കലിൻ്റെ എക്സ്ട്രീം ഇടും ഞാൻ തന്നെ പറഞ്ഞ് കളിക്കണതിൻ്റെ ഭാഗമായിട്ട് ഞാനും ജിൻഡോയും കൂടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ ആഴ്ച ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിക്കാനുള്ള പരിപാടിയായിരുന്നു. പ്രേക്ഷകരെ മൊത്തം പോക്കറ്റിലാക്കി എന്നെ ഹൃദയത്തിൽ ഏൽക്കുന്ന തരത്തിലുള്ള കളികൾ കളിക്കാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയർഡായിരുന്നു. ജിൻഡോനെ ഞാനും കൂടിയിട്ട് ഒരു കളി കളിക്കാനുള്ള പരിപാടിയായിരുന്നു. അത് കുറേ സിനിമകളിലെ ആ ഒരു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അത് കാണാം. പക്ഷെ അത് എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. കാരണം ജിൻഡു എനിക്ക് അത്രയും നല്ലൊരു വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ജിൻഡു എൻ്റെ കൂടെ നിൽക്കുന്ന ആളായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പോകുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ജിൻഡു ആണ്. പക്ഷേ ഞാൻ അവിടെ ഓരോ കണ്ടസ്റ്റന്റിനും അത് ടെലികാസ്റ്റിന് വന്നു എന്ന് എനിക്കറിയില്ല. ഞാനൊരു ഗെയിമറാണ്. ഞാൻ ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. 19 പേരും എനിക്ക് എതിരാളികളാണ്. താനിപ്പോൾ ഗെയിം കളിക്കുന്നത് മോശമായി പോയാൽ ഞാൻ അവിടെ ചെന്നിട്ട് താൻ ഗെയിം കളിക്കുന്നത് മോശമാണ്, താനൊന്ന് നന്നാവുമെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തു. എന്തുകൊണ്ട്? എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് താൻ എൻ്റെ തലയിൽ കയറി നിരങ്ങണം. അപ്പോഴാണ് എനിക്ക് തന്നെ വെട്ടി വീഴ്ത്താൻ പറ്റുള്ളൂ. ആ ഗെയിം സ്ട്രാറ്റജി ഇതുവരെ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഉണ്ടോ ഇയാൾ? അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്ത് ഒരു വേറെ തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പാളിപ്പോയി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാളിപ്പോയെങ്കിൽ ഇക്കണ്ട ക്യാമറകൾ എൻ്റെ മുമ്പിൽ വരില്ലായിരുന്നു അല്ലേ? അപ്പോൾ പാളിപ്പോയി എന്ന് വിചാരിക്കുന്നില്ല. ഇനി എൻ്റെ ചേട്ടന്മാർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തരംഗം സൃഷ്ടിച്ചു. ഒരാഴ്ച കൊണ്ട് ഞാൻ ഗെയിം അതായത് ഞാൻ അവിടെ കടന്ന അന്ന് മുതൽ ഗെയിം കളിക്കാൻ തുടങ്ങിയതാണ്. സാധാരണ ആൾക്കാർ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ ആൾക്കാരെ പഠിച്ചിട്ടേ ഗെയിം കളിക്കുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ്. ഞാൻ ഒരു PR അങ്ങനെയൊന്നും ഒരാളെ ഏൽപ്പിക്കാതെ ചെന്നിട്ടുള്ള എൻ്റെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ അങ്ങനെയൊന്നുമല്ല. ജനങ്ങൾക്ക് വേണമെങ്കിൽ മതി, ജനങ്ങൾക്ക് എന്നെ വേണ്ട. അപ്പം ഞാൻ ഔട്ടായി എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഇടോ സാധാരണക്കാരനെ എനിക്ക് എന്ത് പ്ലാനിങ്? ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. ഞാൻ പ്രോഗ്രാംസ് ഒക്കെ പണ്ട് 10 വർഷം മുമ്പ് ചെയ്തതാണ് പ്രോഗ്രാംസ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതം വേണോ പ്രോഗ്രാം വേണോ മുന്നോട്ട് നീങ്ങാൻ. അപ്പം ഞാൻ എൻ്റെ ജീവിതം അതാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് ബിഗ് ബോസ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് വൈശാഖ് എനിക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് തന്നിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വൈശാഖ് ചോദ്യങ്ങൾ മുമ്പേ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്ത് തന്നിട്ടായിരുന്നു, ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട്. അതാണല്ലോ ഞാൻ സംസാരിക്കുന്നത് അല്ലേ? ആണോ? അതാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ബിഗ് ബോസിൽ പോകുന്ന നിങ്ങൾ എന്നെ വിശ്വസിക്കുക. എനിക്ക് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു മേഖലയല്ല ബിഗ് ബോസ്. സിനൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കണ ചോദ്യങ്ങൾ ദേശായിട്ട് ഞാൻ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ പറയണം, എന്നാലും എനിക്ക് തണ്ടയിൽ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാനിവിടെ ഫേസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഞാൻ ബിഗ് ബോസ് എനിക്ക് വലിയൊരു പ്ലാറ്റ്ഫോം തന്നു. ബിഗ് ബോസ് എനിക്ക് എല്ലാം ആണ്. ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത്. ബിഗ് ബോസിനെ ഞാൻ ഇപ്പോഴും ഞാൻ തൊഴുകയാണ്. ബിഗ് ബോസ് ഇസ് എ വെരി ഗുഡ് ഷോ. ബിഗ് ബോസ് എനിക്ക് തന്ന ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാൻ പറ്റില്ല. ബിഗ് ബോസ് ചെയ്തത് എന്തോ അത് ആക്സെപ്റ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ഞാൻ ഹാപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനുഷ്യനല്ലേ കൂട്ടാ, അപ്പൊ പറഞ്ഞത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല അതൊക്കെ പിന്നെ നമുക്ക് സംസാരിക്കാം. അതൊന്നുമല്ലല്ലോ, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഗെയിമൊക്കെ ഞാൻ അവിടെ കളഞ്ഞു വന്നു. ഇപ്പൊ ഞാൻ ചൊറിയനാണോ? എനിക്ക് ചൊറിയൻ്റെ അവാർഡ് കിട്ടി, കോമാളിയുടെ അവാർഡ് കിട്ടി, തരികയുടെ അവാർഡ് കിട്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാട് തൃശ്ശൂരാണ്, പൂങ്കുന്നത്താണ്. നിങ്ങൾ ഓരോരുത്തരും ചെന്നിട്ട് രതീഷ് കുമാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ പറയും രതീഷ അവൻ ഇങ്ങനെയല്ല എന്ന് പറയും. എന്ന് വെച്ച് ഞാൻ ഫേക്കാണെന്ന് നിങ്ങൾ പറയരുത്.
നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളൊരു ക്യാരക്ടർ ചെയ്യല്ലേ, അതേപോലെ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരംഗം ഉണ്ടാക്കാൻ പറ്റിയെന്ന് ആൾക്കാർ, എനിക്കറിയില്ല, ഞാൻ സാധാരണക്കാരായിട്ട് പോയതാ, ഇപ്പോഴും ഞാൻ സാധാരണക്കാരായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നിങ്ങളെല്ലാവരും വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു, ഞാൻ പഴം വിഴുങ്ങിയ പോലെ ഇരുന്ന എൻ്റെ വൈശാഖ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഈ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കും. നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം, ഇത്ര നേരം ഞാൻ സംസാരിച്ചു, ഇനി പിന്നെ സംസാരിക്കാം. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചു, അതിൻ്റെ തെളിവാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്നത്. പഴശ്ശേരി യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ, കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയും എന്നിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുവോ അതൊക്കെ വരാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രേക്ഷകരും എൻ്റെ കൂടെ നിൽക്കട്ടെ. ഗെയിം കളിച്ച് മതിയായിട്ടില്ലടൂ. അവിടെ ഒരു ഫേക്ക് പ്രണയം തുടങ്ങിയായിരുന്നല്ലോ, അതൊന്ന് പൊളിക്കാൻ ആരാ പറഞ്ഞത് ഫേക്കാന്ന്? ഞാൻ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു, വൈൽഡ് കാർഡ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് അത് ഫേക്കാന്ന് അറിയുന്നത്? അത് പ്രണയം ആരാ പറഞ്ഞത്? പ്രണയമായിട്ട് തോന്നി. അത് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇടാ, നിങ്ങൾ അകലെ നിന്ന് കാണുമ്പോൾ എനിക്കും അത് തോന്നി. ഞാൻ പറഞ്ഞു കണ്ണുണ്ടായിരിക്കാം ചിലപ്പോൾ, അത് പ്രണയമാണോ അല്ലെന്ന് എനിക്ക് തന്നെ അറിയില്ല. മനസ്സിലായില്ലേ? അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രണയം. ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല, കാരണം എൻ്റെ മൈൻഡ് ഫുള്ള് ഗെയിമാണ്. സത്യം പറയാലോ, ഗെയിം കളിച്ച് മതിയായിട്ടില്ല. ഇപ്പോഴും എനിക്ക് ത്രില്ഡാണ് എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല. എന്നിൽ നിന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എൻ്റെ ബിഗ് ബോസ് മൊത്തമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ, വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സമയം കൊണ്ട് ഇത്രയും എനിക്ക് സംസാരിക്കാൻ പറ്റി. വെരി താങ്ക് യു. നിങ്ങൾക്ക് ഭയങ്കര സാധനങ്ങളാണ് എൻ്റെ വായന. താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു. അച്ഛന് പരീക്ഷ വീട്ടിലാണ്. അച്ഛൻ എങ്ങനെയുണ്ടായിരുന്നു? സൈഡ് കൊടുക്കടാ, സൈഡ്.